ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഇനി മാപ്പ് പറയാത്തിടിക്കാൻ എന്തിനാന്ന് വെച്ചാൽ ചെയ്യിച്ചോ. ഇവനാര്? ഇവനാരിത്? എടാ ഇവനാണവൻ, നിന്നെ തല്ലിയവൻ. ഇവനൊന്നല്ല. തലയിൽ അടികെട്ടി പറഞ്ഞേ പോയാ അളിയ പെങ്കു, നിനക്കെന്നെ മനസ്സിലാ? ഞാൻ അഞ്ചു അരച്ചു, നിന്റെ അരച്ചു. അയ്യോ ഇവനെന്തോ നീ പറയണത്? ഇതുകൊണ്ട് ഇവനെന്തോ നിനക്ക് വയ്യാടേ? നീ അല്ലടാ പറഞ്ഞ ഫോണിലെ ഫോട്ടോ കാണുന്നവനാ നിന്നെ തല്ലിയെന്ന്. ആ ഫോണിലെ ഫോട്ടോയിലെ പയ്യനാണ് എന്നെ തല്ലിയത്. ഫോൺ ഇത് പിന്നെ അല്ലല്ല, ഇത് ഇവനാണ് എന്നെ തല്ലിയത്. ഇതെന്റെ അനിയനാണല്ലോ സുൽത്താൻ. നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞ ഞാൻ ചെയ്യിച്ചത്. ഈ പയ്യനാ? ഓ ഒരു പാക്കറ്റ് ഗോൾഡ്. നീ ഒരു കാര്യം ചെയ്തു, അവനെടുത്ത് കാസർഗോഡേക്ക് വിട്ടോ. ഞാൻ പാപ്പാനോടെല്ലാം പറഞ്ഞ് സെറ്റ് ആയിക്കോളാം. ഞാൻ ഓളയും കൊണ്ട് നമ്മുടെ ഇളയപ്പാൻ്റെ ബാംഗ്ലൂർ ഇടം പോയിട്ട് നിൽക്കുകയും ചെയ്യാം. അവൻ്റെ ഒരു കടയും പൊളിത്തി. എന്താണ് ഒരു പരിങ്ങല്? അതല്ലേ ഞാൻ പറഞ്ഞു, ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ രഘുവണ്ണനെന്ന്. അല്ല, നിങ്ങൾക്ക് പോയിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? പട്ടിണിയെടുത്ത് ഛർദ്ദിച്ച് കറുത്ത കരിമാണിച്ച് ഇവിടെ മൂപ്പാട് പദപ്പാട് എന്റെ ആറ്റുകാല അമ്മച്ചേ, ആ കിളുന്ത് പോലത്തെ പിള്ളേ തല്ലാനാണാടാ പോത്ത് പോലെ വളർന്ന് നിങ്ങൾ ഈ മുതുക്കനെ കൊണ്ട് കാസർഗോട്ടേക്ക് പെയ്യത്. നിനക്ക് നാണല്ലേ ഇടങ്ങനെ നടക്കാൻ? മണ്ടനാടാ നീ, മണ്ടൻ, മരമണ്ടൻ. താടി വെച്ചോണ്ട് അവനങ്ങനെ നടക്കുകയാണ്, കല്യാണം പോലും കഴിക്കാതെ പിള്ളേരെ തല്ലാനായിട്ട്. ഓ, നീ അങ്ങ് വന്നേരം നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഒരു രഘു. ആരാ അമ്മ? എന്താ അടിയിൽ വിളിച്ചാലോ?